വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വ്ളോഗ്സ് ഓഫ് ട്രിവിയൻ കപ്പിൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചങ്കുകളെ, ഇന്ന് നമ്മൾ ട്രാവൽ വീഡിയോ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പത്മനാഭപുരം പാലസിലോട്ടാണ്. നമ്മുടെ കേരള തമിഴ്നാട് ബോർഡർ കഴിഞ്ഞിട്ട് തക്കല എന്ന സ്ഥലത്താണ് പത്മനാഭപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ നിൽക്കുന്നത് പത്മനാഭപുരം കൊട്ടാരത്തിലാണ്. 600 വർഷം പഴക്കമുണ്ട് ഈ കൊട്ടാരത്തിൽ. എന്തൊക്കെ ഓർമ്മകളും അല്ലെങ്കിൽ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് ഈ കൊട്ടാരം. എനിക്ക് ഈ ചരിത്രപരമായ കാര്യങ്ങൾ കാണുവാനും കേൾക്കാനും ഒരുപാട് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കല്യാണത്തിൻ്റെ സേവത്തിലേറ്റ് കഴിഞ്ഞ 3 വർഷം മുമ്പായിട്ട് ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അകത്ത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ചോദിച്ചപ്പോഴേക്കും പെർമിഷൻ കിട്ടും, പൈസ അടച്ചാൽ മതി, 2000 സംതിങ് രൂപയാണ് അകത്ത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ളത്. പക്ഷേ ആൾക്കാർ വരുന്നു പോകുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രൈവസി കിട്ടത്തില്ല ഷൂട്ട് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് ഞങ്ങളന്ന് പുറത്ത് ഷൂട്ട് ചെയ്തു, ഞങ്ങളന്ന് മടങ്ങി, അകത്ത് കയറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇതിനകത്ത് കയറി ഇതെല്ലാം കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പല സമയങ്ങളിലും വരണം എന്ന് വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമായിരുന്നു. എന്തായാലും ഇന്ന് ഞങ്ങൾ തീരുമാനിച്ചിറങ്ങി. ഞങ്ങൾ പത്മനാഭപുരം കൊട്ടാരത്തിലെത്തിയിട്ടുണ്ട്. കേരളത്തിൻ്റെ അധീനതയിലാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. തിരുവിതാംകൂറിൻ്റെ കൊട്ടാരമായതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. അപ്പം ടിക്കറ്റ് 50 രൂപയാണ് ടിക്കറ്റിന് ചാർജ് വരുന്നത്. കുട്ടികൾക്ക് 10 രൂപയും, വീഡിയോഗ്രാഫി എടുക്കുന്ന 250 രൂപ, അല്ലാതെ മൊബൈലിൽ ഫോട്ടോ എടുക്കാൻ 10 രൂപ. ഇതാണ് ഇവിടുത്തെ ചാർജ് വരുന്നത്. എന്തായാലും നമ്മൾ അകത്ത് കയറാൻ തന്നെ തീരുമാനിച്ചു. ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ അകത്ത് കയറി. കയറിയപ്പോൾ ആദ്യം കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഊട്ടുപുരയാണ്. 2 നിലകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന വലിയൊരു ഊട്ടുപുര. ഒരു സമയത്ത് തന്നെ 1000 പേർക്ക് ഒരുമിച്ച് ആഹാരം കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പണി കഴിപ്പിച്ച ഒരു ഊട്ടുപുരയാണ് ഇത് കാണുന്നത്. പിന്നെ റീൽസിന് വേണ്ടി കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അകത്തോട്ട് കയറി ചെന്നപ്പോഴാണ് പൂമുഖം കയറി അകത്ത് വരുമ്പോൾ ഒരു അകത്തളം കാണാൻ പറ്റും. അതിൻ്റെയൊക്കെ ഒരു സ്ട്രക്ചറും ഭംഗിയും ഒക്കെ ഒരു പഴയ കാലത്തിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര ഫീലാണ്. ഇതുപോലുള്ള വീട്ടിലൊക്കെ താമസിക്കാൻ പറ്റുന്നൊരു ഭാഗ്യം തന്നെയാണ്. അങ്ങനെ അകത്തോട്ട് കയറി സ്റ്റെപ്പ് കയറി മുകളിലോട്ട് വരുമ്പോഴേക്കും ഇതുപോലുള്ളൊരു ജനൽ കാണാം. അതൊരു കിളിവാതിൽ പോലെ പണി കഴിപ്പിച്ച ജനലാണ്. അത് നീണ്ട് അത്രയും നീളത്തിനാണ് കിടക്കുന്നത്. അപ്പം ഇതുവഴി നോക്കിക്കഴിഞ്ഞാൽ പുറമേയുള്ള കാഴ്ചകളെല്ലാം കാണാം. നല്ല രസമാണ് കൊട്ടാരത്തിൻ്റെ ഒരു പുറകുവശവും ഇതിൻ്റെ ഒരു സ്ട്രക്ചറും കാണാൻ വേണ്ടി. വീണ്ടും നമ്മൾ അകത്തോടെ നടന്നു വരുമ്പോഴേക്കും ഒരു കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു രാജാവിൻ്റെ കട്ടിൽ. പള്ളി ഉറക്കം ഉറങ്ങാൻ ഉപയോഗിക്കുന്ന കട്ടിൽ. എന്തൊക്കെ കൊത്തുപണികളാണെന്ന് നോക്കിക്കേ, ഒരു രക്ഷയില്ല. അതിൽ നടന്നു വരുമ്പോഴേക്കും ഒരു കണ്ണാടി കണ്ടു. അത് ഞാൻ അവിടുത്തെ ഒരു ഗാർഡ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ തമ്പുരാട്ടിമാർ ഒരുങ്ങാൻ ഉപയോഗിക്കുന്ന കണ്ണാടിയാണെന്നാണ് പറയുന്നത്. 2 സൈഡിലായിട്ട് അത് വെച്ചിട്ടുണ്ട്. എതിർവശത്തായിട്ടുമുണ്ട്, ഇവിടെയുമുണ്ട്. അതെല്ലാം പഴക്കം കൊണ്ട് തന്നെ നമുക്കത് കാണാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അത് കഴിഞ്ഞതാ അത്ഭുത കാഴ്ച, രാജാവിൻ്റെ കക്കൂസ്. ഒരു ചെറിയ കക്കൂസാണ്, പണ്ടത്തെ കാലത്ത് 600 വർഷം പഴക്കമുള്ള ഒരു കക്കൂസ്. അത് കഴിഞ്ഞ് ഒരു വിശാലമായ ഒരു ബാൽക്കണിയിലോട്ട് പോകുന്ന ഒരു ഏരിയ എടുത്തു. ഇവിടെയൊക്കെ നല്ല കാറ്റായിരുന്നു. കാരണം നമ്മുടെ ആളായതുകൊണ്ട് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. ഒരുപാട് കോണിപ്പടികളും നിലവറ പോലത്തെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. പക്ഷേ ഇതെല്ലാം ക്ലോസ്ഡാണ്. ഇങ്ങോട്ട് നമുക്ക് കയറാൻ പറ്റിയിട്ടില്ല. ഒരു ദിവസം മൊത്തം വേണം പക്ഷേ ഇതിലോട്ട് നടന്ന് എല്ലാം കാണുന്നു. എന്തായാലും നമ്മൾ മുമ്പോട്ട് തന്നെ നടക്കുകയാണ്. ഇവിടേക്ക് എന്തൊക്കെയാണെന്ന് നോക്കണം. ഒരുപാട് ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പഴയ ചരിത്രം ഉറങ്ങുന്ന കുറേ കാര്യങ്ങളൊക്കെ ഫോട്ടോസ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് കുറച്ച് സ്റ്റെപ്പ് കയറി മുകളിലെത്തിയപ്പോഴേക്കും പുറകുവശത്തെ നമ്മുടെ റോഡ് വശത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഒരു വിശാലമായ റോഡും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ നടുമുറ്റത്ത് കക്കൂസ്. ഇത്രയും വലിയൊരു ഹാളിൽ എങ്ങനെ കക്കൂസ് വെച്ചെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു പ്രൈവസി വേണ്ടേ രാജാവേ, നടുമുറ്റത്തൊക്കെ കക്കൂസ് ഉണ്ടെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ടു, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീണ്ടും നടക്കുകയാണ്. ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ കൂടുതലെടുത്തു. രാജാവിൻ്റെ കക്കൂസ് ഞങ്ങൾ മറക്കത്തില്ല. അങ്ങനെ നടന്ന് നീങ്ങുകയാണ്. വിശാലമായൊരു പൂന്തോട്ടം. അവർ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ഉദാഹരണമാണ് ഇതെല്ലാം. അതൊരു ക്യാൻറ്റീനാണ്, നമ്മളെ കൊട്ടാരത്തിൻ്റെ രീതി തന്നെയുള്ള ക്യാൻറ്റീനാണ്. അവിടെ നിന്നിറങ്ങി നേരെ പോയത് നമ്മുടെ ഇത്രയും പണ്ടത്തെ കാലത്ത് ഈ രാജാക്കന്മാർക്കും രാജകുടുംബത്തിനും വെച്ചുണ്ടാക്കുന്ന അടുക്കളയിലോട്ടാണ്. ഇവിടെ ആയിരിക്കാം പഴയ വേലക്കാർ, ഇവിടുത്തെ സർവൻസൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത് നിങ്ങളൊന്ന് സഹായിക്കുക. വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും പത്മനാഭപുരം പാലസ് വന്നിട്ടില്ലാത്തവർ
എന്തായാലും ഉറപ്പായിട്ടും ഇവിടെ വരണം. കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്.